കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചയ്ക്കാണ് വീണ്ടും തുടക്കമായിരിക്കുന്നത്. UDF അധികാരത്തിലെത്തിയാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്ന് തിരുവല്ലയിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ പറഞ്ഞത്. ഇതോടെ അതൊരു വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എന്തായാലും മെയ് 9-ാം തീയതി നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. രമേശിന്റെ വലത്ത് ഹരീഷ് ബാബു ഇരിക്കുന്നത് പോലെ അസംബ്ലിയിൽ രമേശിന്റെ വലത്ത് ഹരീഷ് ബാബു എന്നായിരിക്കും. അതിന് ഞാൻ പറഞ്ഞല്ലോ, വളരെ അനുകൂലമായ സാഹചര്യം പശ്ചാത്തലം നമ്മൾ ഒന്നിച്ച് നീക്കണം. അതേസമയം രമേശ് ചെന്നിത്തല ഇത് തള്ളുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ആരെന്ന വിഷയത്തിൽ ചർച്ചയ്ക്കില്ലെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്, അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു KC വേണുഗോപാൽ ഇതിന് മറുപടി പറഞ്ഞത്. ഇതൊന്നും ഇപ്പം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇപ്പം നമ്മൾ ഗവൺമെൻറ് വരിക, കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം ഒരു പുതിയ ഗവൺമെൻറ് വരിക എന്നുള്ളതാണ്. അല്ല വേറെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ആരഭിപ്രായം പറഞ്ഞാലും കോൺഗ്രസിന് വ്യവസ്ഥാപിതമായ രീതിയുണ്ട്. അഭിപ്രായം പറയുന്നൊന്നും ഒരു തെറ്റുമില്ല. ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയല്ലേ. ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കുന്നത് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പാർട്ടി പ്രവർത്തകൻ വന്നിട്ട് ഒരു മീറ്റിങ്ങിൽ ചോദ്യം ചോദിക്കുമ്പോൾ അത് നീ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. അപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അഭിപ്രായങ്ങളൊക്കെ പറയും. ആ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ പറയാൻ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി. അതല്ല ഞങ്ങളുടെ തമ്മിൽ വ്യത്യാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.